ടെഡി ബെയറോ? ഇതെങ്ങനെ ഇവിടെ വന്നേ? അമ്മേ, ബാത്റൂമിന്റെ അകത്ത് പോയി ഇവൻ എന്താ എണ്ണിക്കൊണ്ടിരിക്കുന്നേ? ഇവനൊരു വട്ടനാണെന്ന് തോന്നുന്നു. കൈയുടെ പൊസിഷൻ മാറിയിട്ടുണ്ടല്ലോ. നേരം കാലത്തിനൊരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ബൊമ്മയും കളിപ്പിച്ചോണ്ട് ഇരിക്കേണ്ടി വരത്തില്ലായിരുന്നു. ഇതാരാ ഇവിടെ കൊണ്ടുവച്ചേ? താനെ നടന്നു വന്നിരുന്നതായിരിക്കും. ചോദിക്കുന്നു കേട്ടില്ലേ? എന്താടാ? എന്താ? ഒന്നുമില്ലമ്മേ. പേടിച്ചു പോയി. ഇപ്പോഴല്ലേ മനസ്സിലായത്? പ്രതീക്ഷ പോലെ തന്നെ ആ സംഭവം നടന്നു. ഹലോ, പറയടാ. ഇക്കണക്കിന് പോയാ എനിക്ക് വട്ടുപിടിക്കുന്നു നീ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നില്ലേ? ഇപ്പൊ സംഭവിച്ചു. എന്താടാ ഈ പറയുന്നത്? നീ ഒന്ന് പെട്ടെന്ന് വന്ന് എന്നെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകും. എത്ര തന്നെ സൈക്കോളജി പഠിച്ചാലും ഒരു പ്രാന്തന് അവനെ തന്നെ ചികിത്സിക്കാൻ പറ്റില്ലല്ലോടാ. എന്താടാ ടി വിയിൽ വല്ല വട്ടം പടം കണ്ടോണ്ടിരിക്കുക? ശരി, നീ എങ്ങും പോകാതെ അവിടെ ഇരി. ഞാൻ ഉടനെ വന്നേക്കാം. ഉമ്മയൊക്കെ സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. അതെ, ശരിക്കും ഞാൻ നിന്നോട് സംസാരിച്ചോണ്ടിരിക്കാം. നിനക്ക് വട്ടൊന്നും പിടിച്ചിട്ടില്ല. പിന്നെ ഈ ബാത്റൂമിൽ സംസാരിക്കുന്നൊന്ന് കുറയ്ക്കണം. ഇത് നോക്കട്ടെടി, നിന്നോട് സംസാരിക്കാൻ തുടങ്ങിയാ എനിക്ക് വട്ടായെന്ന് പറഞ്ഞ് മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ അടച്ചിടും. എന്റെ ഫ്രണ്ട് വരുന്ന വരയ്ക്കും എന്റെ മനസ്സിനെ ഇളക്കാൻ ഞാൻ തയ്യാറല്ല. എന്ത് സംഭവിച്ചാലും ഞാൻ റിയാക്ട് ചെയ്യില്ല. എല്ലാം മായ. ഇപ്പോഴെങ്കിലും ഒന്ന് വിശ്വസിച്ചൂടെ? എന്താ ശരിക്കൊരു മണ്ടച്ചാറാണല്ലോ. സ്കൂളിൽ എന്നെ പല ഇരട്ടപ്പേരുകളിലും വിളിച്ചിട്ടുണ്ടെങ്കിലും ആരും ഇതുവരെ മണ്ടച്ചാരെന്ന് വിളിച്ചിട്ടില്ല. എങ്ങനെയാ കരടിപ്പാവ് സംസാരിക്കുന്നത്? ഈ ടെഡി സംസാരിക്കുന്നത് നീ കേൾക്കുന്നുണ്ടോ? കേക്കാടാ. ഇതന്നെ ഞാൻ കുറെ നേരമായിട്ട് പറയുന്നത്. ഇവൻ വിശ്വസിക്കുന്നില്ല. ഓ, നിന്റെ പേരെന്തുവാ ടെഡി? എന്റെ പേര് ശ്രീ എന്നാ.